എവരിവൺ, വെൽക്കം ടു യൂറോപ്യൻ ലൈഫ്. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് എത്തിയിരിക്കുന്നത് ഒരു ചെറിയൊരു ഇൻഫർമേഷൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ നിന്ന് ഒത്തിരി സ്റ്റുഡൻസ് ഇപ്പം ജർമ്മനിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഞാനും അതിലൊരാളായിരുന്നു. ഞാനിപ്പോൾ ഒരു 6 മന്തായിട്ട് ഇവിടെ വന്നിട്ട് നമ്മുടെ നാട്ടിലുള്ള കുറേ ഏജൻസീസിൻ്റെ വാക്ക് വിശ്വസിച്ചിട്ട് ഓടിച്ചാടി നമ്മളെന്ത് ചെയ്യും, ജർമ്മനിയിലേക്ക് വരും. അവരെന്താ പറയുക, നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ പാർട്ട് ടൈം ചെയ്യാം, നമുക്ക് സ്വന്തമായിട്ട് ഒത്തിരി പൈസ ഏൺ ചെയ്യാം, കുറേ സ്റ്റേ ബാക്ക് ഉണ്ട്, നമ്മുടെ കോഴ്സ് നമുക്ക് എത്ര വർഷം വേണമെങ്കിലും കൊണ്ടുപോകാം. അങ്ങനെ ഒത്തിരിയധികം ഫേക്ക് ന്യൂസസ് നമ്മളിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ടാണ് മോസ്റ്റ് ഓഫ് ദം ഇവിടെ എത്തിച്ചേരുന്നത്. അതുപോലെ തന്നെ ഒത്തിരിയധികം എമൗണ്ടും അവർക്ക് കൊടുക്കും. സോ ഞാനതിൽ ഏറെയാക്കപ്പെട്ട ഒരാളാണ്. ഞാൻ വന്ന ഏജൻസീനെ ഒന്നും ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല, ബിക്കോസ് ഐ ഡോണ്ട് വാണ്ട് ടു ദം. സോ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ള ഒരു ഇൻഫർമേഷൻസ് എന്ന് പറയുകയാണെങ്കിൽ, ഓക്കെ, നിങ്ങൾക്ക് ജർമ്മനി എന്നൊരു കൺട്രീനെ ഇഷ്ടമാണെങ്കിൽ യെസ്, നിങ്ങൾക്ക് മൈഗ്രേറ്റ് ചെയ്യാം, അതിനൊരു പ്രശ്നമില്ല. ജർമ്മനി ഒരു നല്ല കൺട്രിയാണ്. നമുക്ക് ഒത്തിരിയധികം ജോബ് ഓപ്പണിങ്സും അതുപോലെ തന്നെ ഒത്തിരിയധികം പഠിക്കാനൊക്കെയുള്ള ഒത്തിരി നല്ല നല്ല യൂണിവേഴ്സിറ്റീസൊക്കെ ഉള്ളൊരു രാജ്യമാണ്. പക്ഷേ നിങ്ങൾക്ക് ജർമ്മനിയിലേക്ക് മൂവ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദ ഫസ്റ്റ് പ്രിഫറൻസ് അല്ലെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജർമ്മൻ ലാംഗ്വേജ് ലേൺ ചെയ്യുക എന്നതാണ്. ഇവിടെ നമുക്ക് ഇംഗ്ലീഷ് അറിയാമെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ വേറൊരു ലാംഗ്വേജ് അറിയാമെന്ന് പറഞ്ഞിട്ടോ ഒരു കാര്യമില്ല. ജർമ്മനിയിൽ ജർമ്മൻ എന്ന് പറയുന്ന ലാംഗ്വേജിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. നിങ്ങളൊരു IT പ്രൊഫഷൻ ആയിക്കോട്ടെ, നിങ്ങൾ ഒരു ടീച്ചിങ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരായിക്കോട്ടെ, നിങ്ങളൊരു ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഫീൽഡിൽ നിന്ന് വരുന്നവരായിട്ട്, എന്നിരുന്നാലും ഏത് ഫീൽഡിലാണെങ്കിലും ജർമ്മൻ ലാംഗ്വേജിന് വളരെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരു B1 B2 ലെവലില്ലാതെ നമുക്കൊരു IT കമ്പനിയിൽ ഒരു ഇൻ്റർവ്യൂവിന് പോലും അവർ നമ്മളെ ക്ഷണിക്കത്തില്ല. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ലേൺ ജർമ്മൻ ലാംഗ്വേജ്. അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു ഫേക്ക് ഇൻഫർമേഷനാണ് നിങ്ങൾ സ്റ്റുഡൻസ് അല്ലേ, നിങ്ങൾ സ്റ്റുഡൻസ് കാറ്റഗറിയാണ്, നിങ്ങൾക്ക് പാർട്ട് ടൈം കിട്ടുമെന്നുള്ളതൊക്കെ. ഞാൻ ഇവിടെ ജർമ്മനിയിൽ ബെർലിൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത്. ഏറ്റവും കൂടുതൽ മൈഗ്രൻസ് ഉള്ള ഒരു സ്ഥലമാണ് ബെർലിൻ. അതായത് ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് പ്ലേസ് എന്ന് പറയാം. ഓൾ ഓവർ ജർമ്മനിയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു സ്ഥലമാണ് ബെർലിൻ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ പോലും ഒരു B1 ലാംഗ്വേജ് എങ്കിലും ഇല്ലാതെ സ്റ്റുഡൻസിന് പോലും പാർട്ട് ടൈമിനുള്ള പ്രോബ്ലംസ് ഒത്തിരിയധികം കാണുന്നുണ്ട്. ഞാനും അതിലൊരാളാട്ടോ. ഞാൻ എവിടെ ചെന്ന് ജോബ് അന്വേഷിച്ചാലും ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ജർമ്മൻ ലാംഗ്വേജ് അറിയുമോ എന്നുള്ളതാണ്. നിങ്ങൾ സ്റ്റുഡൻ്റ് ആണോ എന്നുള്ള ഒരു തരത്തിലുള്ള കൺസിഡറേഷൻ അവർ നമുക്ക് തരത്തില്ല. സോ ബേസിക് ജർമ്മൻ ലാംഗ്വേജ് നമ്മൾ പഠിച്ചിരിക്കണം. നമ്മുടെ നാട്ടിൽ നിന്ന് ജസ്റ്റ് A1 ഒക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വന്ന ഒരു കാര്യമില്ല. സോ ആരായിരുന്നാലും, സ്റ്റുഡൻ്റ് ആയിരുന്നാലും, ഹൗസ് ബിൽഡിങ്ങിന് വരുന്നവരാണെങ്കിലും, നേഴ്സസ് ആണെങ്കിലും, സോ മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ജർമ്മൻ ലാംഗ്വേജ് സ്കിൽസ് ഉണ്ടായിരിക്കണം. നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾ B2 കഴിഞ്ഞിട്ട് വന്നിരുന്നാൽ പോലും ഇവിടെ വരുമ്പോഴേ നമുക്ക് അതിൻ്റെ പ്രൊണൗൺസിയേഷൻ്റെ ഡിഫറൻസ് മനസ്സിലാകത്തുള്ളൂ. അവരെത്ര ഫാസ്റ്റാണ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്നുള്ള ഡീറ്റെയിൽസൊക്കെ മനസ്സിലാകത്തുള്ളൂ. സോ ഞാൻ ഈ വീഡിയോയിൽ കൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം, വെൽക്കം ടു ജർമ്മനി, ബട്ട് ദർ ഇസ് നോ ഇഷ്യൂ, ബട്ട് പ്ലീസ് learn some German, not some German. You should make sure that at least you should learn B1 or B2 level. So ഇത്രയേ ഉള്ളൂ. എന്തായാലും ഇത്രയും നേരം എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തതിന് താങ്ക് യു സോ മച്ച്. ബൈ ബൈ.